ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളുടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഇനി കണ്ണൂരിലും. കാർബൺ മോണോക്സൈഡ് വിഷബാധ ചികിത്സയ്ക്ക് പോലും ഉപയോഗപ്രദം. സിലബസ് പോലും തയ്യാറാക്കാതെ 4 വർഷം ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുന്നു. പ്രതിഷേധവുമായി KSU രംഗത്ത്. ഏച്ചൂർ കൊല്ലംചിറ കൊട്ടാണിച്ചേരി റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത് 10 മീറ്ററോളം കെട്ടിയ സംരക്ഷണ ഭിത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചോദ്യപേപ്പർ മാറി നൽകി പ്രതിഷേധവുമായി MSF മാർച്ച്. സുഹേൽ ഷാജഹാനെ തിരിച്ചറിഞ്ഞെന്ന് EP ജയരാജൻ. വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ചത് ഇയാൾ തന്നെയെന്നും EP. ഏച്ചൂരിലെ ബീനയുടെ മരണം, പോലീസുകാരന് സസ്പെൻഷൻ. അപകടക്കെണിയൊരുക്കി പടിയൂർ പൂവമ്പുഴ. മരിച്ച വിദ്യാർത്ഥിനികൾക്ക് നാടിന്റെ ആദരാഞ്ജലി. K. സുധാകരന്റെ വീട്ടിൽ കൂടോത്രം, കൂടുതൽ പ്രതികരിക്കാതെ KPCC അധ്യക്ഷൻ. റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷനും ഹോസ്പിറ്റലും കൈകോർത്തു. പെൻഷനേഴ്സിന് മുന്നിൽ തുറന്നത് നിരവധി ആനുകൂല്യങ്ങൾ. മുഖ്യമന്ത്രി പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. വനം വകുപ്പുമായി യാതൊരുവിധ പ്രശ്നങ്ങളും മുഖ്യമന്ത്രിക്കില്ലെന്ന് AK ശശീന്ദ്രൻ. നോക്കാം വിശദമായ വാർത്തകൾ. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഇനി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ലഭ്യമാവും. വടക്കൻ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയുടെ ഉദ്ഘാടനം ജൂലൈ 3 നടന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സിനിമാ നടൻ സൂരജ് സൺ ഉദ്ഘാടനം ചെയ്തു. HBOT അഥവാ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ, അതൊരു പുതിയ ഇനീഷ്യേറ്റീവാണ്. അത് കണ്ണൂർ ആദ്യമായിട്ട് വരുവാണ്. നോർത്ത് കേരളയിൽ എവിടെയുമില്ല. കേരളത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് SP ഫോർട്ടിലൊക്കെയാണ്. പിന്നെ കൊല്ലത്തൊരു ചെറിയ ഹോസ്പിറ്റലിലും പിന്നെ കൊച്ചി അമൃതയിലുമാണ് ഇതുവരെ ഉള്ളൂ. 2 കൊല്ലമായിട്ടാണ് ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അത് ആദ്യമായിട്ട് നോർത്ത് കേരളയിലേക്ക് വരുവാണ്. അത് ബേബി മെമ്മോറിയൽ കണ്ണൂരിലാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. അതൊരു 4 മാസത്തോളമായിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷൻ എടുത്തു. അതൊരു ചേംബറാണ്. 4 പേഷ്യൻസിന് അഥവാ 4 പേർക്ക് അകത്തിരിക്കാവുന്ന സജ്ജീകരണമുണ്ട്. അതിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് ദേഹത്തോട്ട് ഓക്സിജൻ്റെ പെർഫ്യൂഷൻ, അകത്തോട്ട് ഓക്സിജൻ്റെ ടിഷ്യൂവിൽ ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ ടിഷ്യൂ പുനർജനിക്കുക എന്ന് വെച്ചാൽ ടിഷ്യൂവിൻ്റെ റീജുവിനേഷൻ, ടിഷ്യൂ അൾസറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാനും, ലോങ് ടേം അൾസർ ആണെങ്കിൽ അതിൽ പുതിയ ഗ്രാനുലേഷൻ വരാനും അതിൻ്റെ ചികിത്സയുടെ ദൈർഘ്യം പകുതിയിൽ കുറയാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇത്. ഇത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ആവുന്നത് ഡയബറ്റിക് അൾസറിലോ അല്ലെങ്കിൽ ക്രോണിക് അൾസറിലോ ബേൺസിലോ ഒക്കെയാണ്. ഇനി ഇതൊന്നും കൂടാതെ ഇതിന് വേറൊരു ആപ്ലിക്കേഷനുള്ളത് ഡൈവേഴ്സിന് ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് തിരിച്ചു പൊന്തുമ്പോൾ ഉള്ള ദേഹത്തിലെ വ്യത്യാസങ്ങൾ, ഓക്സിജനിലെയോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ബാക്കി ടിഷ്യൂവിൻ്റെ വ്യത്യാസങ്ങൾ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് 6 മീറ്ററോ 10 മീറ്ററോ തൊട്ട് താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അക്ലമറ്റൈസ്ഡ് ആവണം. അതിന് പകരം അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നവർക്ക്, അത് ശ്വാസം മുട്ടലൊക്കെ ആയിട്ടാണ് പിന്നീട് വരിക. അത് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള പ്രോബ്ലമായിട്ട് മാറുന്നതാണ്. അതിന് ഇതാണ് ഒരേ ഒരു ചികിത്സ. ശുദ്ധവായു ഒരു പ്രഷറൈസ്ഡ് ചേംബറിൽ ശ്വസിക്കുന്ന ഒരു വിപ്ലവകരമായ ചികിത്സയാണ് HBOT. ഈ വർദ്ധിപ്പിച്ച സമ്മർദ്ദം ശരീരം കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ അനുവദിക്കുന്നു. ഒപ്പം വിവിധ ടിഷ്യൂകളിൽ ഉണർവ് പ്രോത്സാഹിപ്പിക്കും. വിവിധതരം അവസ്ഥകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് ഈ ചികിത്സ ഗുണം ചെയ്യും. കൂടാതെ ദീർഘകാല മുറിവുകൾ, പ്രമേഹം മൂലമുണ്ടാകുന്ന പാടുകൾ, കാർബൺ മോണോക്സൈഡ് വിഷബാധ, പെട്ടെന്നുള്ള കേൾവി നഷ്ടം, ചർമ്മത്തിലെ ചുളിവുകൾ എന്നിവയ്ക്കും ഫലപ്രദമാണ് HBOT ചികിത്സയെന്ന് ഡോക്ടർ J. കിഷൻ പറഞ്ഞു. ഓപ്പറേഷൻസ് മേധാവി BRP ഉണ്ണിത്താൻ, AGM മനോജ് TM എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 4 വർഷ ബിരുദ കോഴ്സ് നടപ്പിലാക്കാനുള്ള നടപടി പ്രതിഷേധവുമായി KSU രംഗത്ത്. യാതൊരു മുന്നൊരുക്കവും നടത്താതെയാണ് 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുന്നത്. പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ലെന്നും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിലബസ് പോലും തയ്യാറാക്കിയിട്ടില്ല. ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് മാർഗരേഖയോ രൂപരേഖയോ ഇല്ല. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ തിരികെ കയറ്റലും കൂട്ടിച്ചേർക്കലും നടക്കുന്നുവെന്ന് ഷമ്മാസ് ആരോപിച്ചു. കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത്രയധികം ധൃതിയിൽ തിടുക്കത്തിൽ ഈ രീതി നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ഒരു മുൻകരുതലും സർക്കാർ തലത്തിലോ സർവകലാശാല തലത്തിലോ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ മനസ്സിലാകുന്നത്.
സിലബസുകൾ പോലും കൃത്യമായി നൽകാതെ എന്തിനാണ് ഇങ്ങനെ ഒരു രീതി നടപ്പിലാക്കുന്നത് എന്ന വലിയ ചോദ്യം സർവകലാശാലകളിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. KSU ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം തുടർച്ചയായി സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും എല്ലാം മുന്നിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നത്തെ ദിവസം ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ പോലും അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള തീരുമാനവും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഓരോ കോഴ്സിനും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ പറഞ്ഞ ഇഷ്ടാനുസരണ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കോഴ്സിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോഴ്സ് ബാസ്ക്കറ്റുകൾ ഒരുക്കുക എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത്. പാർട്ടി താൽപ്പര്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ കടന്നു വരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഇല്ല. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങുന്നത് പോലെ ഗഡുക്കളായാണ് വിദ്യാർത്ഥികൾക്ക് സിലബസ് നൽകുന്നതെന്നും മുഹമ്മദ് ഷമ്മാസ് കണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുതുതായി നിർമ്മിച്ച ഏച്ചൂർ കൊല്ലഞ്ചിറ കൊട്ടാണിച്ചേരി റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. മാസങ്ങൾക്ക് മുമ്പ് മാത്രം പണിതീർത്ത് ഉദ്ഘാടനം കാത്തുനിൽക്കുന്ന വട്ടപ്പൊയിൽ കൊല്ലഞ്ചിറ കൊട്ടാണിച്ചേരി റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് കനത്ത മഴയിൽ തകർന്നത്. കൊല്ലഞ്ചിറ വയലിൽ പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഇരുവശങ്ങളിലായി 600 മീറ്ററോളം നീളത്തിൽ കരിങ്കല്ല് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗത്താണ് 10 മീറ്ററോളം തകർന്നത്. വയലിന്റെ ഒരു ഭാഗത്തു നിന്നും മറുവശത്തേക്ക് വെള്ളം പോകുന്നതിന് നിർമ്മിച്ച കൾവൾട്ടിന്റെ അപര്യാപ്തതയും വീതി കുറവുമാണ് തകർച്ചയ്ക്ക് കാരണമെന്നും തകർന്ന ഭാഗം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് തകർച്ചാ ഭീഷണി നേരിടുമെന്നും നാട്ടുകാർ പറഞ്ഞു. കൊട്ടാണിച്ചേരി റോഡാണിത്. നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായൊരു റോഡാണിത്. ഈ താറിടാതെ തന്നെ 2-3 വർഷം 3 വർഷത്തോളം ഗതാഗതത്തിന് അനുയോജ്യമായിരുന്നു. മഴക്കാലത്ത് മാത്രം വളരെ അതുകൊണ്ട് നാട്ടുകാരുടെ സമ്മർദ്ദത്തിനും അതിലെല്ലാവരും ആവശ്യത്തിന് വേണ്ടി താറിട്ടു. പക്ഷേ അതിശക്തമായ മഴയിൽ വെള്ളം ഒഴുകിപ്പോകേണ്ട സംവിധാനത്തിൻ്റെ അപര്യാപ്തതയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് തോന്നുന്നത്. 2-3 കൾവർട്ടും കൂടി ആ വളവിൽ നിർമ്മിച്ചിരുന്നെങ്കിൽ വെള്ളത്തിൻ്റെ ശക്തി കുറയുകയും അങ്ങനെ റോഡിന് ഈ അപാകത സംഭവിക്കുകയില്ലായിരുന്നു നമുക്ക് തോന്നുന്നു. ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും 2 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ 2ാം ഘട്ട പണി പൂർത്തിയാക്കിയത്. കൊല്ലഞ്ചിറ ഭാഗത്തു നിന്നും എളുപ്പത്തിൽ കൊട്ടാണിച്ചേരി ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന റോഡായതിനാൽ നിരവധി വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചോദ്യപേപ്പർ മാറി നൽകിയതിൽ പ്രതിഷേധിച്ച് MSF മാർച്ച് നടത്തി. MSF ജില്ലാ കമ്മിറ്റി കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധം ജില്ലാ സെക്രട്ടറി ആദിൽ എടയന്നൂർ ഉദ്ഘാടനം ചെയ്തു. പറയാനുള്ളത് ഇത്തരത്തിൽ ഇനിയും ഇങ്ങനെ പരീക്ഷകൾ മാറ്റിവെച്ച് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്ന നിലപാട് സർവകലാശാല തുടരുകയാണ് എങ്കിൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ സമരരംഗത്ത് MSF ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിരോധ സമരം താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് MSF. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PG കെമിസ്ട്രി 2ാം സെമസ്റ്റർ പരീക്ഷാ ചോദ്യപേപ്പറുകൾ മാറി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ജില്ലാ സെക്രട്ടറി ആദിൽ എടയന്നൂർ, സൽമാൻ പുഴാതി, റിഷാൽ പാലോട്ടുപള്ളി, റസൽ ചാലാട്, ആഷിഖ് വാരം കടവ്, ഷൻവിൻ, റിഹാൽ, ഫലാൽ, ആഫിഫ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Orikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ചതിന്റെ സൂത്രധാരൻ AKG സെന്റർ ആക്രമണത്തിൽ അറസ്റ്റിലായ സുഹേൽ ഷാജഹാൻ എന്ന് LDF കൺവീനർ EP ജയരാജൻ. ആക്രമണം നടന്നപ്പോൾ വിമാനത്തിൽ സുഹേൽ ഷാജഹാൻ ഉണ്ടായിരുന്നു. AKG സെന്റർ ആക്രമണ കേസിൽ പിടിയിലായപ്പോഴാണ് ആളെ തിരിച്ചറിഞ്ഞത്. പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് രണ്ടും ഒരാളാണെന്ന് മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പത്രങ്ങളിലും ടെലിവിഷനിലുമൊക്കെ ഈ പടം വന്നപ്പോഴാണ് ആ സുഹൈൽ ഷാജഹാൻ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ ഇൻഡിഗോ വിമാനത്തിലുണ്ടായ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മുഖ്യമന്ത്രിക്ക് നേരെ ചാടി ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ വിമാനത്തിനകത്തവരെ പ്രതിരോധിച്ചു. ആക്രമിക്കാൻ അവർ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അന്ന് ഞങ്ങളുടെ തൊട്ട വലതുഭാഗത്ത് സീറ്റിൽ ഇരുന്നിരുന്നത് ഈ സുഹൈൽ ഷാജഹാനാണ്. ഈ ഷാജഹാൻ്റെ പടം ഇപ്പോൾ പത്രങ്ങളിൽ വന്നപ്പോഴാണ് ആ സംഭവത്തിൻ്റെ ആസൂത്രകനും ഈ സുഹൈൽ ഷാജഹാനാണ്. സുധാകരൻ്റെ KPCC പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ സുഹൈൽ ഷാജഹാൻ. അവൻ കണ്ണൂരിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ കയറിയത്. ചിറ്റാരിപ്പറമ്പിലോ മറ്റോ ആണ് അവൻ്റെ ഭാര്യാഗൃഹം. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് അക്രമം സംഘടിപ്പിക്കുക, വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, AKG സെൻറ്ററിന് നേരെ ബോംബാക്രമണം നടത്തുക, ഇതെല്ലാം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് സുധാകരൻ. ഏച്ചൂർ കമാൽ പീടികയ്ക്ക് സമീപം കാറിടിച്ച് വഴിയാത്രക്കാരി മരിച്ചു. മുണ്ടേരി വനിതാ സഹകരണ സംഘം ബിൽ കളക്ടർ ചാലിൽ ഹൗസിൽ ബീനയാണ് മരിച്ചത്. ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ ലിതേഷ് ഓടിച്ച കാറിടിച്ചാണ് അപകടം നടന്നത്. വഴിയരികിലൂടെ ഏച്ചൂർ ഭാഗത്തു നിന്നും കമാൽ പീടിക ഭാഗത്തേക്ക് നടന്നു വരികയായിരുന്ന സ്ത്രീയെയാണ് അതേ ദിശയിൽ നിന്നും വന്ന കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. സ്വിഫ്റ്റ് കാറാണ് സ്ത്രീയെ ഇടിച്ചത്. ബാങ്കിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ പണമടക്കാൻ എത്തിയ ശേഷം കളക്ഷന് ഇറങ്ങിയതായിരുന്നുവെന്നും അല്പസമയത്തിന് ശേഷമാണ് അപകട വിവരം അറിഞ്ഞതെന്നും സഹപ്രവർത്തക പറഞ്ഞു. ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് പൈസ അടിച്ചിട്ട് പോയതാണ്. ബാങ്ക് തുടങ്ങിയെന്നേ ഉള്ളതാണ്. ഭർത്താവ് വാരം തക്കാളിപ്പീടിക സ്വദേശി പ്രദീപൻ. ചക്കരക്കൽ പോലീസും ഫോറൻസിക് യൂണിറ്റും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പഴശ്ശി ജലാശയത്തിന്റെ ഭാഗമായി പടിയൂർ പൂവമ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 വിദ്യാർത്ഥിനികളുടെയും മൃതദേഹം കണ്ടെത്തി. എടിയന്നൂരിലെ ഷഹർബാനിയുടെയും ചക്കരക്കൽ സ്വദേശിനി സൂര്യയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. 2 ദിവസത്തെ തെരച്ചിലിന് ഒടുവിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. എടിയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ അഹമ്മദ് കുട്ടിയുടെയും ഹഫ്സത്തിന്റെയും മകളായ ഷഹർബാനിയുടെ മൃതദേഹമാണ് രാവിലെ കണ്ടെത്തിയത്. ഇവർ മുങ്ങിത്താണ സ്ഥലത്തു നിന്നും ഏതാനും കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയതും. ഷഹർബാനിക്കൊപ്പം ഒഴുക്കിൽപ്പെട്ട് കാണാതായ ചക്കരക്കൽ സ്വദേശിനി സൂര്യയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് പിന്നെയും മണിക്കൂറുകൾ നീണ്ട തിരച്ചിലായിരുന്നു. ബുധനാഴ്ച സന്ധ്യയോടെ എത്തിയ 30-അംഗ NDRF സംഘവും തിരച്ചിൽ നടത്തിയ ശേഷമാണ് ഇരുവരെയും കണ്ടെത്തിയത്. ശേഷം മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. സഹപാഠിയുടെ പടിയൂർ പൂവത്തെ വീട്ടിലെത്തിയ ഇവർ പുഴക്കരയിൽ നിന്നും മൊബൈലിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയ ശേഷം വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിന് സമീപം പുഴയിൽ ഇറങ്ങുകയായിരുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. സമീപത്ത് മത്സ്യം പിടിക്കുന്നവരും ടാങ്കിന് മുകളിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരും വിലക്കാൻ ശ്രമിച്ചെങ്കിലും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നു. KPCC അധ്യക്ഷൻ K സുധാകരന്റെ നടാലിലെ വീട്ടിൽ കൂടോത്രം നടന്നതിനുള്ള ആരോപണത്തിൽ വിവാദം പുകയുന്നു. നടാലിലെ വസതിയിൽ കണ്ടെത്തിയ വസ്തുക്കൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിൽ പുറത്തെടുത്തു. അപായപ്പെടുത്താൻ ആരോ ചെയ്ത കൂടോത്രമാണിത് എന്നുള്ള രീതിയിലുള്ള ശബ്ദ സംഭാഷണങ്ങളാണ് പുറത്ത് പ്രചരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ സുധാകരൻ പ്രതികരിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് K സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രമെന്ന് ആരോപണം വിവാദമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ K സുധാകരന്റെ കണ്ണൂർ നടാലിലെ വസതിയിൽ നിന്നും നിരവധി വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. MP എന്ന നിലയിൽ പോലീസ് സുരക്ഷയുള്ള ഈ വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടും കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത്. K സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണങ്ങളും മാധ്യമങ്ങൾക്ക് ലഭിച്ചു.
സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടതായും ഉയരുപോകാതിരിക്കുന്നത് ഭാഗ്യമെന്നുമുള്ള KPCC അധ്യക്ഷന്റെ ശബ്ദ സംഭാഷണവുമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ദിരാഭവനിലെ KPCC അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിന് പുറമേയും ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നുമൊക്കെയും തകിടുകൾ കണ്ടെടുത്തതായി പറയുന്നുണ്ട്. സംഭവം വിവാദമായെങ്കിലും കെ സുധാകരൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കണ്ണൂർ റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷനും ശ്രീചന്ദ് ഹോസ്പിറ്റലും കൈകോർത്തുകൊണ്ടുള്ള ശ്രീചന്ദ് ഹെൽത്ത് കെയർ പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം നടന്നു. ശ്രീചന്ദ് ഹോസ്പിറ്റൽ CEO നിരൂപ് മുണ്ടിയാടൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ കാർഡിന്റെ പേര് ഹെൽത്തിയർ എന്നാണ്. ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ നല്ല അവസ്ഥ ആഗ്രഹിക്കുന്നു എന്നാണ് ഞങ്ങളെ ഹെൽത്തിയർ എന്ന യൂസേജ് കൊണ്ട് ഉപയോഗം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ആഫ്റ്റർ റിട്ടയർമെന്റ് മറ്റുള്ള ജോലികളിൽ ഇടപെട്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ടായേക്കാം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വീടുകളിലേക്ക് ഒതുങ്ങുന്നു. നിങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിന് ലിമിറ്റേഷൻസ് വരുന്നു. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇതാണ് സാധാരണ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉൾപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. പ്രധാനമായിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷവും നല്ല ലൈഫിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെ ശ്രീചന്ദ് സഹായിക്കാൻ പറ്റും എന്നാണ് ഈ ഹെൽത്തിയർ കാർഡ് കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രിവിലേജ് കാർഡുകൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചത്. ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. നേരത്തെ വിജയൻ സാർ സൂചിപ്പിച്ചതുപോലെ 75% ഡിസ്കൗണ്ട് അതവിടെ ഇരിക്കട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്കൗണ്ട് തന്നിട്ട് ആളെ കൂട്ടാനുള്ള ഒരു കാർഡ് അല്ല, അതല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതൊരു ബിസിനസ് കൺസെപ്റ്റ് ഇല്ല. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തിന്റെ മാത്രം കാര്യമാണ്. അതുകൊണ്ടാണ് പ്രിവിലേജ്. നിങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ഫാമിലി മെമ്പർ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രിവിലേജ് ഒക്കെ കിട്ടും എന്ന് പറയുന്നത്. നിങ്ങളൊരു ഗസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് അതിനകത്തുണ്ട്. ഡോക്ടറെ അടുത്ത് വെയിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും, അൾട്രാസൗണ്ടിൽ വെയിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും, മറ്റുള്ള സ്ഥലങ്ങളിൽ ഒഴിവാക്കാൻ പറ്റും. ദെൻ അതിന് കൂടുതൽ ഡിസ്കൗണ്ട് നമ്മൾ ഓബിയസ്ലി എപ്പോഴും കിട്ടുന്ന സാധനം 75% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സൗജന്യമാണ്. റെയിൽവേ പെൻഷനേഴ്സിന് വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ പ്രിവിലേജ് കാർഡ് വിതരണം നടത്തിയത്. ഹോസ്പിറ്റലിൽ ഏത് OP വിഭാഗത്തിലും 75% ഇളവ് റെയിൽവേ പെൻഷനേഴ്സിന് ലഭിക്കും. മറ്റ് സേവനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ആനുകൂല്യങ്ങളും പ്രിവിലേജ് കാർഡ് നേടുന്ന ഓരോ റെയിൽവേ പെൻഷനേഴ്സിനും ലഭ്യമാക്കുന്നുണ്ട്. 600 രൂപയാണ് കൺസൾട്ടിംഗ് ഫീ വാങ്ങിക്കുക. കയറുമ്പോൾ തന്നെ ഏതാ ഡോക്ടർ എന്താന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മിനിമം 400 to 600 രൂപ വരെയാണ് കൺസൾട്ടിംഗ് ഫീ. ആ കൺസൾട്ടിംഗ് ഫീയിൽ നമ്മുടെ ശ്രീചന്ദ് ഹോസ്പിറ്റൽ പറയുന്നത് 75% കൺസെഷൻ തരാമെന്നാണ്. അതായത് 400 രൂപയാണ് നിങ്ങൾക്ക് ഒരു ENT ഇവിടെ കൺസൾട്ടിംഗ് ഫീ എങ്കിൽ നമ്മൾ 100 രൂപ കൊടുത്താൽ മതി. അതാണ് ഏറ്റവും വലിയ സൗജന്യം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രിവിലേജ് എന്ന് പറയാം നമുക്ക് ഈ ശ്രീചന്ദ് ഹോസ്പിറ്റൽ തരാൻ പോകുന്നത്. ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ അച്ഛനമ്മയ്ക്കും നമ്മുടെ മക്കൾക്കും അത് ലഭിക്കും. നമ്മുടെ അച്ഛനമ്മമാർക്ക് റെയിൽവേയിൽ എന്തെങ്കിലും ചികിത്സാ സഹായം കിട്ടുന്നുണ്ടോ? ഇല്ല. ചികിത്സാ സഹായം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ആ ഒരു സൗജന്യം കൂടി അവര് തരാമെന്ന് പറയുന്നുണ്ട്. ചടങ്ങിൽ പ്രസിഡന്റ് വിജയൻ വലിയപുരയിൽ അധ്യക്ഷത വഹിച്ചു. CMS മുഹമ്മദ് അബ്ദുൽ നാസർ, സെക്രട്ടറി BV രമേശ്, ജോയിന്റ് സെക്രട്ടറി PO രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് AV പ്രഭാകരൻ, SR മാനേജർ ദീപക് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. PR മാനേജർ സനു PC പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം നടത്തിയ BLS ക്ലാസും നടന്നു. മുഖ്യമന്ത്രി വനം വകുപ്പിനെ വിമർശിച്ചെന്ന വാർത്ത തെറ്റെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് വന്നത്. വനം വകുപ്പ് മേധാവിയുമായി പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം അവധിയെടുത്തത്. മലയോര മേഖലയിൽ ഇറങ്ങിയ വന്യജീവികളെ തുരത്താനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഇതിനു വേണ്ടിയൊന്നുമല്ല മീറ്റിംഗ് വിളിച്ചത്. വനം വകുപ്പ്, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ വനം വകുപ്പിനെതിരെ നല്ല വിമർശനം വരുന്നുണ്ട്. അത് നമ്മുടെ ആളുകൾ കരുതിയിരിക്കുന്നത് ഈ വനം വകുപ്പ് മന്ത്രിയുടെ ചുമതല വനം വന്യജീവി സംഹാരമാണ് എന്നാണ്. ആ ധാരണയിൽ അവർ സംരക്ഷണമാണ് ആ ചുമതല എന്ന് മനസ്സിലാക്കിയാതെയാണ് ഇത് ചെയ്യുന്നത്. അംഗങ്ങളുടെ പെരുമാറ്റം സംബന്ധിച്ചാണ് അംഗങ്ങളിൽ കുറച്ച് ജാഗ്രത കാണിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിലുണ്ടായത്. അല്ലാതെ ഈ പ്രശ്നം ചർച്ച ചെയ്യാനല്ല. ഇങ്ങനെ നെഗറ്റീവായി ചോദിക്കുന്ന ഒരു പ്രവണത ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണ, ഇത് അല്ലെങ്കിൽ ഇത് അസാധാരണമാണ് നിങ്ങൾ പറയാം.
ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റു സംസ്ഥാനങ്ങളിലെയോ ഡിപ്പാർട്ട്മെൻറ്റിലായി ഇങ്ങനെ ഉണ്ടായില്ല. ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. പക്ഷേ നിങ്ങളിങ്ങനെ വ്യാഖ്യാനിക്കണം. ഈ ദുർവ്യാഖ്യാനത്തെ തന്നെയാണ് ജാഗ്രതയോടുകൂടി കാണണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.